എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മാലിനി. ഇന്ന് നമുക്ക് നല്ല വറുത്തരച്ച ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു മസാല പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തതിന് ശേഷം ഒരു അര കപ്പ് മുഴുവനും വേണ്ട, കുറച്ച് കുറവ് തേങ്ങ ഇട്ടിട്ട് നന്നായി ചുവക്കണ വരെ നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങ നന്നായി മുരിഞ്ഞതിന് ശേഷം നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല ഞാൻ ഇപ്പോൾ ഇട്ടിട്ടില്ല, കുറച്ചൊന്നും കഴിഞ്ഞിട്ടാണ് ഇടുന്നത്. പക്ഷേ ഗരം മസാല കൂടി ഇട്ടിട്ട് നന്നായി ഇനി ചട്ടി നന്നായിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ആ ചൂടിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഇത് വറുത്ത് കഴിഞ്ഞാൽ നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിൻ്റെ പാത്രത്തിൽ എന്നിട്ട് സവാള, കറിവേപ്പില ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ടൊരു ബ്രൗൺ കളറാവണ വരെ വഴറ്റി കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. അത് നന്നായിട്ട് വഴണ്ട് വന്നാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ നമുക്ക് കുറച്ച് തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് തക്കാളി നല്ല പേസ്റ്റ് ആവുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി അതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. 1 കിലോ ചിക്കൻ ഉണ്ട്. എന്നിട്ടത് നന്നായി ഇളക്കി ചിക്കനിന് കുറച്ച് വെള്ളം ഇറങ്ങുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാല പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കാം. മിക്സി കഴുകിയിട്ടുള്ള വെള്ളം ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ വേവാൻ വരെ അടച്ചു വയ്ക്കാം. ഇത് കുറച്ച് വെള്ളമുള്ള കറിയാണ്. നമ്മൾ ഇരിക്കുന്തോറും ഇതിങ്ങനെ കുറുകി വരും. അപ്പം എത്ര വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. ഇപ്പം ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം, ഇടയ്ക്ക് ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് മൂപ്പിച്ച് താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഇത് അപ്പത്തിൻ്റെ കൂടിയും ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടി നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു.